2009 ശേഷം ഇടതു മുന്നണിക്ക് രണ്ടാം സ്ഥാനത്ത് പോലും വരാൻ കഴിയാതിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. 2014 ഒ രാജഗോപാൽ, 2019 കുമ്മനം രാജശേഖരൻ, ഇവർ രണ്ടുപേരും രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഒന്നാം സ്ഥാനത്ത് ശശി തരൂരായിരുന്നു. പുതിയ അതിർത്തികളോടെ രൂപം കൊണ്ട 2009 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി 3 തവണ ശശി തരൂർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം. കഴിഞ്ഞ തവണയും ആദ്യത്തെ തവണയും 1 ലക്ഷത്തിന് തൊട്ട് മുമ്പിൽ നിന്നുപോയി. 8,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് അവസാന തവണ ഡൽഹിക്ക് വണ്ടി കയറിയത് തിരുവനന്തപുരത്തിന്റെ ശശി തരൂർ. 1 ലക്ഷത്തോടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നോ. എന്തായാലും അതിൽ നിന്ന് വോട്ട് കൂട്ടാൻ കഴിയുമോ, അതോ രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും അതിൽ നിന്ന് വോട്ട് പിടിച്ചെടുക്കുമോ? 1989 1 ലക്ഷത്തോട് ഞാൻ പറഞ്ഞില്ല, എന്തോ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട് തരൂരിനെ സംബന്ധിച്ച്. 2009 1 ലക്ഷം തൊടാൻ പറ്റിയില്ല, കഴിഞ്ഞ തവണയും 1 ലക്ഷം തൊടാൻ പറ്റിയില്ല. 2009 99,998. പക്ഷേ എവിടെ നിന്നാണ് ഇത്രയും വോട്ട് ഉയർത്തിയെടുത്തത്? 15,000 വോട്ടിൽ നിന്നാണ് ഇത്രയും തിരുവനന്തപുരത്തിന്റെ ഹൃദയം കീഴടക്കി എത്തിയത്. അത് കഴിഞ്ഞ തവണത്തെ സവിശേഷമായി UDF സാഹചര്യം. പക്ഷെ അതിനു മുമ്പ് 2009 ഇതേ ഏതാണ്ട് 99,000-ലധികം വോട്ടിന്റെ മാർജിൻ 1998 പി രാമേന്ദ്രൻ നായരുമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തായാലും തരൂരിനെ സംബന്ധിച്ച് 2009 മറ്റൊരു ചിത്രം കൂടിയുള്ളത്, അന്ന് BJP 4ാം സ്ഥാനത്തായിരുന്നു. 1ാം സ്ഥാനത്ത് ശശി തരൂർ 2009 വിജയിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് CPI അന്നത്തെ ജില്ലാ സെക്രട്ടറി പി രാമേന്ദ്രൻ നായർ, 3ാം സ്ഥാനത്ത് നീലലോഹിതദാസ് മത്സരിച്ച് എത്തി എന്നുള്ളത്. തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വോട്ട് വളർച്ച കാണാതെ പോകാൻ കഴിയില്ല. അവിടെ നിന്ന് 2ാം സ്ഥാനത്തേക്ക് അന്നത്തെ PK കൃഷ്ണദാസ് പിന്തള്ളപ്പെടുകയും ചെയ്തു 2000. പക്ഷേ 2014 ആയപ്പോൾ കളം മാറി, കഥ മാറി. സുനിതാ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ വികാരമൊക്കെ ശശി തരൂരിനെതിരെ ഉണ്ടാകുന്നു, വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു, IPL-മായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നു. നിങ്ങൾ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞില്ല എന്ന് തരൂർ ചോദിക്കുന്ന അവിടെ നിന്നാണ്. കഴിഞ്ഞ 3 തവണത്തെ റിസൾട്ട് 3 തവണയും കൈപ്പത്തി, 3 തവണയും തരൂർ. 4ാം അംഗത്തിലും തരൂർ വരുമോ, അതോ അവിടെ അട്ടിമറിക്ക് സ്കോപ്പ് ഉണ്ടോ? അവിടെ രാജീവ് ചന്ദ്രശേഖരോ പന്ന്യൻ രവീന്ദ്രനോ? 2005 ഉപതെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ രതീഷിന്? 2005 ഉപതെരഞ്ഞെടുപ്പ് എന്നത് PK വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു. 2005 പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നു. അന്ന് K കരുണാകരൻ പാർട്ടി വിട്ടു നിൽക്കുന്ന സമയമാണ്, DIC രൂപീകരിച്ച സമയമാണ്. അന്ന് K കരുണാകരൻ നേരിട്ട് തമ്പാനിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അരിസ്റ്റോ ജംഗ്ഷനിലൊക്കെ നേരിട്ട് K കരുണാകരൻ ഇറങ്ങി, സാക്ഷാൽ ലീഡർ ഇറങ്ങി. അതായിരുന്നു പ്രചാരണത്തിന് വേണ്ടി ആരിറങ്ങി എന്നതൊരു ചോദ്യം. എനിക്ക് ആ ഇലക്ഷനിൽ ഏറ്റവും ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ്, ലഡുവുമായി K കരുണാകരനെ കാണാൻ പോകുന്ന പന്ന്യൻ രവീന്ദ്രനെയാണ്. ഈ തവണ ലഡുവുമായി പന്ന്യൻ രവീന്ദ്രൻ പോകുമോ, രാജീവ് ചന്ദ്രശേഖർ പോകുമോ? സാഹചര്യമെന്ന് നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തെ കുറിച്ച് പറയുമെങ്കിൽ അത് തിരുവനന്തപുരത്തേക്കാണ്. യഥാർത്ഥത്തിൽ പത്തനംതിട്ട എന്ന് പറയുന്നുണ്ടെങ്കിലും BJP വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലേക്കാണ്. ഒരു വരി കൂടി പറയാം. 2014 ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുള്ള കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ് 4 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്ത് ഒ രാജഗോപാലാണ്. പാറച്ചാല, നെയ്യാറ്റിക്കര, കോവളം 3 ലീഡ് വെച്ചാണ് 16,000 വോട്ടിന് തരൂര് ജയിച്ചത്. അതുകൂടി ഓർക്കണം. ആ പശ്ചാത്തലമുള്ളപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ നഗരമേഖലയിൽ അത്ഭുതം കാണിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് വെള്ളം നെയ്യാറിലൂടെ ഒഴുകിപ്പോയി എന്ന് മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രതീഷ് പറഞ്ഞ ഈ നഗര മണ്ഡലങ്ങളെല്ലാം LDF ആണ് നേടിയിട്ടുള്ളത്. എങ്കിൽ പോലും സാധിക്കാത്ത ഒരു വോട്ട് ബാങ്ക് അത് സവിശേഷമായി ശശി തരൂർ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന സവിശേഷമായ ചില പാറ്റേൺ അല്ലെങ്കിൽ ക്രോസ് വോട്ടിംഗ് എന്നൊക്കെ ആക്ഷേപിക്കാവുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു സന്ദേശം തന്നെയായിരുന്നു. പക്ഷെ അതിന് ഉതകുന്ന ഒരു പ്രചാരണം ഇവിടെ ഉണ്ടായോ എന്നൊക്കെ കണ്ടു. അനന്തകൃഷ്ണൻ ആദ്യം, അനന്തൻ, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവസാനവട്ട കണക്കുകൂട്ടലുകൾ എങ്ങനെയൊക്കെയാണ്? ആര് തമ്മിലാണ് മത്സരം? അഭിലാഷ്, എപ്പോഴത്തെയും പോലെ ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് അരങ്ങേറുന്നു. അവസാന നിമിഷം എത്തുമ്പോഴേക്കും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ കനത്ത മത്സരം നടക്കുന്നു. ഒട്ടും പിന്നിലല്ല പന്ന്യൻ രവീന്ദ്രനും. എപ്പോഴത്തെയും പോലെ ഇത്തവണയും ജയിച്ചു കയറാം എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് BJP വെച്ചു പുലർത്തുന്നത്. അതിന് ഒരുപാട് കടമ്പകൾ ഇപ്പോഴുമുണ്ട്. ഏറ്റവും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴും BJPക്ക് സാധാരണയുള്ള പ്രതിബന്ധങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരമേഖലകളിലാണ് എപ്പോഴും BJP സ്കോർ ചെയ്യുന്നത്. അതേസമയം തന്നെ അതുപോലെ BJP പിന്നിൽ പോകുന്നത് പാറശാല, നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലാണ്. അവിടെ ഏറ്റവും പ്രതിസന്ധിയായിട്ട് BJPക്ക് തടസ്സമായി നിൽക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷ നാടാർ CSI വോട്ടുകളാണ്. ഈ വോട്ടുകൾ എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇത്തവണ BJP രൂപീകരിച്ച സ്ട്രാറ്റജി. തീരദേശത്ത് പ്രത്യേകമായ ഒരു പ്രകടന പത്രിക ഇറക്കുന്നുണ്ടായിരുന്നു. തീരദേശത്ത് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. അതിന്റെ ചിത്രങ്ങളും മറ്റും പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി. അങ്ങനെ തീരത്ത് കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്കിൽ എന്തെങ്കിലും ഒരു അനക്കമുണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടോ?
രതീഷ്, തീരദേശ വോട്ടുകൾ പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ വോട്ടുകൾ സ്കോർ ചെയ്താൽ മാത്രമേ രാജു ചന്ദ്രശേഖരന് മുന്നേറാൻ കഴിയൂ. അത് ശശി തരൂരിൻ്റെ ഉറച്ച വോട്ടുകളാണ്. അതിൽ ഭിന്നത വരുത്തുക അല്ലെങ്കിൽ അത് ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് BJP അവിടെ പയറ്റുന്നത് തോന്നുന്നു. അതിനൊപ്പം തന്നെ ഒരു ക്രിസ്ത്യൻ അനുകൂല വോട്ടുകൾ അത് അടിയൊഴുക്കായി BJP പാളയത്തിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. പക്ഷേ ലത്തീൻ സഭയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങൾ, അവരുടെ പരിഭവങ്ങൾ കേൾക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ലത്തീൻ സഭയുടെ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ പ്രതികരിക്കുന്നത് ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ, സംസ്ഥാന സർക്കാർ എടുത്ത കേസുകൾ അതൊരു തടസ്സമായി, അതൊരു ബുദ്ധിമുട്ടായി നിൽക്കുന്നു. ആ കേസുകളെ തുടർന്ന് അവർക്ക് വരേണ്ട ഫണ്ടുകൾ കേന്ദ്രം തടയുന്നു. അപ്പോൾ രണ്ട് മുനയുള്ള പരാതിയാണ് ലത്തീൻ സഭ ഉന്നയിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിനെതിരെയുമാണ്, അത് കേന്ദ്ര സർക്കാരിനെതിരെയുമാണ്. അപ്പോൾ അവരുടെ ഒരു നിലപാടായി വ്യാഖ്യാനിക്കാം. പ്രശാന്ത്, നോക്കൂ, ലത്തീൻ സഭ വളരെ ഖണ്ഡിതമായി, മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഖണ്ഡിതമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇടയലേഖനം ഇറക്കിയിരിക്കുന്നു. CSI സഭയ്ക്കും സമാനമായ നിലപാടുണ്ട്. പെസഹ ദിനത്തിൽ തോമസ് ജെ നെറ്റോ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് 2014 ക്രിസ്ത്യാനികൾ നേരിട്ട ആക്രമണം ഇതാണെങ്കിൽ അത് 2024 ആയപ്പോഴത്തേക്ക് ഇത്രയ്ക്ക് ഉയർന്നു എന്നുള്ളതാണ്. സഹോദരരോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ സഭാ നേതൃത്വങ്ങൾ ശക്തമായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിരിക്കെ ആ വോട്ടിൽ BJP കണ്ണുവയ്ക്കുന്നതിൽ കാര്യമുണ്ടോ? അഭിലാഷ്, ശശി തരൂർ ഒരു ബാലികേറാമലയാണ് എന്ന വിലയിരുത്തൽ തന്നെയായിരുന്നു ഈ BJPക്ക് ഈ ഇലക്ഷൻ തുടങ്ങുന്ന ഘട്ടത്തിലും. കാരണം 41 ദിവസത്തെ പ്രചാരണത്തിൽ അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എവിടെയാണ് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് നമുക്കറിയാം. അതായത് തീരദേശ മേഖല, പൊഴിയൂർ മുകളിലുള്ള തീരദേശ മേഖലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. അതിനുവേണ്ടി മാത്രമായി പ്രകടന പത്രിക ഇറക്കി അത്തരം തയ്യാറെടുപ്പുകൾ നടത്തി. പക്ഷെ അപ്പോഴും ഈ ഇലക്ഷൻ്റെ അവസാന ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കുക അല്ലെങ്കിൽ BJPക്ക് അനുകൂലമാക്കുക എന്ന തന്ത്രം എത്രത്തോളം ഫലം കണ്ടു എന്നത് സംശയകരമാണ്. കാരണം കഴിഞ്ഞ ഈ ഞായറാഴ്ച കൂടി ലത്തീൻ സഭയുടെ പള്ളികളിൽ ഇടയലേഖനം, അതായത് വേറെ ഈ സർക്കുലറായി തന്നെ വന്നു അവരുടെ നിലപാട് എന്താണെന്ന്. അപ്പോൾ കോൺഗ്രസിന് അനുകൂല ഒരു നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJPക്ക് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ അവർക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായും കോവളം, പാറശാല, നെയ്യാറ്റിങ്കര ഈ 3 മണ്ഡലങ്ങളിലാണ് ശശി തരൂരിനെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഭൂരിപക്ഷമുള്ളത്. അത് കഴിഞ്ഞ തവണ 7 മണ്ഡലങ്ങളിൽ നിയമം ഒഴിച്ചുള്ള എല്ലായിടത്തും ശശി തരൂരിൻ്റെ തേരോട്ടം തന്നെയായിരുന്നു. അപ്പോൾ ഈ നഗരമേഖലകൾ മുഴുവനായി ഭൂരിപക്ഷം പിടിക്കണം. ഒപ്പം തന്നെ ഈ ഗ്രാമമേഖലയായ 3 മണ്ഡലങ്ങളിലും ശശി തരൂരിൻ്റെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കമന്റ് ഓർക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനൊക്കെ തൊട്ട് മുൻപ് തരൂരിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് BJPക്ക് തുടക്കത്തിൽ വലിയൊരു തിരിച്ചടി നൽകുന്ന ഒരു രാജ്യം. അത് പ്രചാരണ സമയത്ത് ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്തു, തിരുത്തൊക്കെ ചെയ്തെങ്കിലും പിന്നീട് സമീപകാലത്ത് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ രാജഗോപാലാണ് തള്ളി പറയാൻ കഴിയുകയുമില്ല BJPക്ക്. അത് പ്രചാരണ സമയത്ത് UDF വലിയ തോതിൽ അത് ഉപയോഗിക്കുകയും ചെയ്തു. തരൂരിനെതിരെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് O രാജഗോപാലിനാണെങ്കിൽ ഒരു നിഷ്പക്ഷ മുഖവും കൂടി ചാർത്തി കൊടുത്തുകൊണ്ടാണ് അതൊക്കെ ഉപയോഗിക്കപ്പെട്ടത്. ശരി, ഏതായാലും പന്നിൻ രവീന്ദ്രൻ ചിത്രത്തിൽ എത്രത്തോളം ഉണ്ട് എന്നത് വളരെ വളരെ പ്രധാനമാണ്. പന്നിൻ വളരെ ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു, CPM നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ അടക്കം എത്രത്തോളം പേർ വന്നു പങ്കെടുത്തു എന്ന പരിഭവമൊക്കെ CPIക്ക് ഉണ്ട്. പക്ഷേ വോട്ടെടുപ്പ് കഴിയുമ്പോൾ അതൊക്കെ മറന്നേക്ക് പുറത്തു വരാനുമുള്ള സാധ്യത. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നത് ഉചിതമായിരിക്കില്ല, അല്ലെ അഭിലാഷ്? നമുക്ക് ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തെളിയട്ടെ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ തിരുവനന്തപുരത്തെ വോട്ടർമാരെ സ്വാധീനിക്കുക? ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാം, സ്ഥാനാർത്ഥികളുടെ ഇമേജ് ഒരു പ്രധാനപ്പെട്ട ഘടകമാകാം, മത്സരത്തിനൊരു കേന്ദ്രമന്ത്രി എത്തുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമസഭയിൽ എല്ലാ മണ്ഡലങ്ങളിലും കോവളം ഒഴിച്ചുള്ള എല്ലായിടത്തും LDFന് വലിയ മേൽക്കൈ ഉണ്ട് എന്നൊരു ഘടകമുണ്ട്. തീരമേഖലയുടെ വോട്ട്, എനിക്ക് തോന്നുന്നു തീരമേഖലയുടെ വോട്ട് തന്നെ ആയിരിക്കും ഇക്കാര്യത്തിൽ ഡിസൈഡർ ആവുക. ആ കാര്യത്തിൽ സഭകൾ വളരെ കൃത്യമായി, മറ്റ് ഇപ്പോൾ സിറോ മലബാർ സഭയിൽ നിന്നൊക്കെ വിഭിന്നമായി ലത്തീൻ സഭ വളരെ കൃത്യമായും വളരെ ഖണ്ഡിതമായും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാതെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കൃത്യമായി മനസ്സിലാവുന്ന തരത്തിലുള്ള നേതൃതലത്തിലുള്ള നിലപാടെടുക്കുകയും അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. കൂടുതൽ ലക്ഷ്യം വെച്ചൊരു സമുദായത്തിലേക്ക്, ഒരു വോട്ട് ബാങ്കിലേക്ക് തന്നെ കൃത്യമായ അറ്റാക്ക് ഉണ്ടാകുന്നു. അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തരൂര് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയായിരിക്കില്ല. ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് എന്തൊരു കാൽക്കുലേഷൻ ആയിരിക്കും അല്ലേ, ഈ പാളയങ്ങളിൽ എത്ര വോട്ടുകൾ അനുകൂലമായി പോൾ ചെയ്യപ്പെടും എന്നതടക്കം ഈ ഒരു അവസാനത്തെ മണിക്കൂറുകൾ അവിടെ കേന്ദ്രീകരിച്ച് അവിടെ ഇളക്കി മറിച്ച വോട്ട് സ്വന്തമാക്കാനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ ഞാൻ മാരാർജി ഭവനാണ്, പുതിയ മന്ദിരമാണ്, പഴയ മന്ദിരത്തിലാണ്. വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടം കഴിയുന്തോറും O രാജഗോപാലിന്റെ ലീഡ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരു വേള അദ്ദേഹം ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി വന്ന്
വിജയിച്ചതിൽ സന്തോഷമെന്ന് പ്രതികരണം കൊടുക്കുക പോലും ചെയ്തു. അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ശ്രീ തമ്പാനൂർ രവിയെ ഫോണിൽ വിളിച്ചു. എന്താണ് സ്ഥിതി? ഇപ്പോൾ 10,000-ന് മുകളിലേക്ക് ലീഡ് വരുന്നല്ലോ. ഇന്ന് വി രാജേഷൊക്കെ ഉണ്ട്, യുവമോർച്ച പ്രസിഡന്റാണെന്ന എൻ്റെ ഓർമ്മ. ഉറപ്പായി ജയിച്ചു എന്ന് പറഞ്ഞ ആളുകൾ വലിയ ആവേശത്തോടെ നിൽക്കുകയാണ്. ഇപ്പോൾ തമ്പാനൂർ രവി പറയുകയാണ്, ശശി തരൂർ ഉറപ്പായും ജയിക്കും. ഇനി എണ്ണേണ്ട മേഖല ബൂത്തുകളാണ്. എന്നോട് പറഞ്ഞു ഇന്ന ബൂത്തുകളാണ് തീരമേഖലയിലെ, ഉറപ്പായും ജയിക്കും, അതും 10,000-ന് മുകളിൽ വോട്ടിന്. ആ സമയം അത് പറയുമ്പോൾ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരുന്നു. 10,000 വോട്ടിന് ഒ രാജഗോപാൽ ലീഡ് ചെയ്യുകയായിരുന്നു. അവസാനം എണ്ണിപ്പോൾ ഈ കോവളം, വിഴിഞ്ഞം ഭാഗത്തെ ആ മേഖലകളിലെ ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തരൂർ ജയിച്ചു. അങ്ങനെ 16,000-ന് ഭൂരിപക്ഷം. ഇതാണ് തിരുവനന്തപുരത്തിന്റെ ഒരു പാറ്റേൺ, ഒരു ചിത്രം ഇങ്ങനെയാണ്. മാറി മറിച്ചിലുകൾക്ക് ഒടുവിലായിരിക്കും ഒരുപക്ഷെ വോട്ടെണ്ണി വരുമ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷമാണ് ജയിക്കുന്നത്. ആർക്കാണെങ്കിലും ആ ചിത്രം വ്യക്തമാവും. ഈ വേദി കെട്ടിയുള്ള പ്രസംഗങ്ങൾക്കൊക്കെ അപ്പുറത്ത് എത്രത്തോളം തയ്യാറെടുപ്പ്, എത്രത്തോളം ബോധവും അവബോധവും രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വേള അത്ഭുതപ്പെടുത്തുന്നതാണ്. തീർച്ചയായും നമുക്ക് തലസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷയിലേക്ക്. നമ്മൾ ജയിക്കും അല്ലേ? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. നമ്മുടെ പ്രവർത്തകന്മാരുടെ ആവേശം കാണുന്നില്ല, അത് കൂടുതൽ ശക്തിപ്പെടില്ല, അത് കുറയല്ല. അവർക്ക് കാണുന്നത് നമ്മളെ നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി പോരാടാൻ നമ്മളെ പടനായകന്മാർ വന്ന പോലെ വന്നൊരു തോന്നൽ. ഒരു കോമൺ ആയിട്ടൊരു സ്ഥാനാർത്ഥിക്ക് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് വേണം. അത് ഒഫീഷ്യൽ അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് ഞാൻ തുറന്ന് വിവരറിയിച്ച് വരുന്ന കാശ് 10 രൂപ മുതലാണ് വന്നത്. ആ 10 രൂപ തന്നതല്ല, 10 രൂപ തന്ന ആ പ്രവർത്തകന്റെ ഒരു മനസ്സാ. അതൊരു ചെറിയ കാര്യമല്ല. നാടും ജനങ്ങളും നമ്മളെ കൂടെ തന്നെ ചേർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം. 4ാം വട്ടവും എം പി എന്നൊരാളുണ്ടെങ്കിൽ അത് ശശി തരൂർ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? അതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും പോകുമ്പോൾ ജനങ്ങൾക്ക് നമ്മൾക്ക് കാണിക്കുന്ന ആവേശവും സ്നേഹവും പുഞ്ചിറിയും എല്ലാം കാണുമ്പോൾ എനിക്കൊരു സംശയമില്ല, അവർ മുമ്പ് നൽകിയ വിശ്വാസം തന്നെ വീണ്ടും നൽകുന്നു. എം പി ആയിട്ട് ഇപ്പൊ 15 വർഷമായി. അപ്പൊ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു. ആ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയല്ലേ ഈ ഞാൻ 66 പേജിന്റെ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. എല്ലാ പാലിച്ച വാഗ്ദാനങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടും 1-2 കാര്യങ്ങൾ എന്തുകൊണ്ട് പാലിക്കാൻ സാധിച്ചില്ല എന്ന്. ഉദാഹരണം, ബാഴ്സലോണയിൽ ഞാൻ എൻ്റെ ഭാഗം ചെയ്തു. അവിടെ പോയി മേയറെ കണ്ടു, നഗരസഭയെ കണ്ടു, റെസൊല്യൂഷൻ കൊണ്ടുവന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യക്കാരെ മാത്രം അവരതിനെ ഇവിടുത്തെ നഗരസഭയിൽ സ്വീകരിച്ചില്ല. കലാശക്കൊടിന്റെ ആവേശമാണ്. ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? അല്ല, എനിക്ക് പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന്. അത് ഞാൻ എൻ്റെ ഒരു ജയമായിട്ട് കാണുന്നില്ല. എത്രയോ പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, അതിൻ്റെ ആരും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല ഈ 15 കൊല്ലം. ഇത് ഒരു തിരുവനന്തപുരത്തിന് ഒരു പുതിയൊരു തിരുവനന്തപുരം ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു ജയമായിരിക്കും. ഇവിടെ ആരാണെങ്കിലും, അത് തീരദേശത്തെ മേഖലയാണോ, കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കാണോ, കർഷകരാണോ, യൂത്താണോ, എല്ലാവർക്കും വേണ്ടത് അവരോരോ പ്രശ്നങ്ങൾ, അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു എം പി ആണ് അവർക്ക് ആവശ്യം. ഏതായാലും ഒരു വലിയ ഫൈറ്റ് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നതാണ് പ്രചാരണത്തിന്റെ ഈ ഒടുവിലത്തെ മണിക്കൂറിലെത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. തിരുവനന്തപുരത്തിന്റെ ഒരു ചിത്രം അതാണ്. ഇനി എങ്ങനെയെന്നത് വോട്ടർമാരുടെ മനസ്സിൽ, വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് നമുക്ക് ആറ്റിക്കുറുക്കി പറയാം.